ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫേസ്ബുക്കിലേക്ക് 60 ലക്ഷത്തോളം പേരുണ്ട് വൈറലായ ഒരു സവോളയുടെ റെസിപ്പിയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 സവോളയാണ്. തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ സവോളയും അതിൻ്റെ കൂടുതൽ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. സവോള നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയോടുകൂടി അരിഞ്ഞിട്ട് അതിൻ്റെ അല്ലിയെല്ലാം ഒന്ന് നല്ലപോലെ വിടർത്തിയെടുക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വലിപ്പത്തിൽ നമുക്ക് അത് മുറിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. പിന്നെ അതിനാവശ്യമായിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്, നല്ല ചുമന്ന മുളക് പൊടി. പിന്നെ ഒരു 3 സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കണം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. അരമണിക്കൂർ നേരത്തോളം അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. സവോളയുടെ റെസിപ്പിയുടെ മെയിൻ ഭാഗമാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി വയ്ക്കുന്നത്. അതിനുശേഷം നമ്മളത് അരമണിക്കൂർ നേരം മാറ്റി വെച്ചിട്ട് നമ്മുടെ സവോള നല്ലപോലെ റെഡിയായിട്ട് വരട്ടെ. ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണമായിരുന്നു. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മതി ഇനി അതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. അതിന് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമുളക്, ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി കീറി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തീയെ നന്നായിട്ട് ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂട് കൊണ്ട് മതി ഇനിയുള്ളത്. നമുക്കൊരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്, നല്ല കളറിന്. പിന്നെ ചിക്കൻ പൊടി ഒരു ശകലം ഇട്ട് കൊടുക്കാം, മസാലപ്പൊടി, പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ചൂട് മാത്രം മതിയാകും. നമ്മുടെ ഇവിടെ ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോള ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കൂടെയും കഴിക്കാം. ഒരു അച്ചാർ പോലെ ആയിട്ടാണെങ്കിലും നമുക്കത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുമെങ്കിലും അത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.